സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അതിൻ്റെ സൈഡായിട്ടാണ് മോബികെയർ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അപ്പം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്, മലപ്പുറത്ത് തന്നെയുള്ള കീശ്ശേരിയുള്ള ആളാണ്. എൻ്റെ കൂടെ TTC പഠിച്ച ഒരു ഫ്രണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ ഈ ഒരു അവസരം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു കസ്റ്റമറായി നിൽക്കാം, വേറെ ബിസിനസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ 2 മാസം വീട്ടിലേക്ക് പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചു. നല്ല ക്വാളിറ്റി തോന്നി. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ അപ്ലൈൻ ലീഡറെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതിൻ്റെ ഒരു ലോക്ക് ചെയ്ത രീതിയിൽ പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് അവസരം കേട്ട സമയത്ത് എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ, നമുക്ക് ഇറക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ സമയത്ത് ഇല്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമായി. പിന്നെന്താ, നമ്മൾ ആരും എടുത്തൊന്നും പൈസയൊന്നും വാങ്ങണില്ല. അപ്പോൾ എന്താ, നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ബിസിനസ്സായിട്ട് ചെയ്യാമെന്ന്. ഞാൻ ഓക്കെ ആയിട്ട് പറഞ്ഞ സമയത്ത് ഇവരെടുത്ത് സംസാരിച്ചപ്പോൾ ഇവർ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. പൊതുവേ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയൊരു ഇതാണ് എന്താണ്, നമ്മുടെ ഹസ്ബൻഡുമാരുടെ സപ്പോർട്ട് വേണം അല്ലേ എല്ലാത്തിനും. അപ്പോൾ ഇവർ പറഞ്ഞു നടക്കില്ല, അത് മണിച്ചേ പോലെയുള്ള ചങ്ങലയാണ്, എന്തോ അങ്ങനെ പൈസയൊക്കെ ഇതാവും, വെറുതെ റിസ്ക് എടുക്കണ്ട, ഇപ്പോൾ ഒരു ജോലി ഇല്ല, അത് മതിയെന്നാണ്. അപ്പോൾ എനിക്ക് എന്തോ അറിയില്ല, ഇത് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം തന്നെ ഞാൻ വാശി പിടിച്ച്. അപ്പോൾ അപ്ലൈ ലീഡേഴ്സ് വരുമ്പോൾ ഇവരെ ഇരുത്തി കൊടുക്കും. അപ്പോൾ ഇവരും ഇത് കേൾക്കും. ഞാൻ പറയും വീട്ടിൽ ആര് വന്നാലും ഒന്നും പറയണ്ട, നിങ്ങൾ കേട്ടോളൂ എന്ന് പറയും. അങ്ങനെ ഇവർ കേട്ടിരിക്കും. അങ്ങനെ 1, 2, 3 പ്രാവശ്യം ഫോളോ അപ്പ് വന്നു. അപ്പോഴൊക്കെ ഇവരുണ്ട്. അപ്പോൾ ഈ അവസരം ഇവരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു നെഗറ്റീവും ഇല്ല. നമ്മളെ ബിസിനസ്സിൽ ഒരുപാട് അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ അപ്ലൈ ലീഡർ ഇതുപോലെ കോഴിക്കോട് നടന്ന ഇതുപോലെയുള്ള ഒരു പരിവർത്തന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന്. അപ്പോൾ ഇങ്ങോട്ട് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ പോകണമെങ്കിൽ ആരും പരിചയമില്ല. അപ്പോൾ അവിടെ ആകെ പരിചയമില്ല, ഈ ലീഡറുടെ മുഖം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആ പ്രോഗ്രാമിൽ ഇതുപോലെ ഒരു സീറ്റിൽ പോയിരുന്ന അവസരമൊക്കെ കേട്ട്, അപ്പോൾ വിജയ് സാറും ഇതുപോലെയുള്ള ലീഡേഴ്സിൻ്റെ ഒക്കെ സ്പീച്ചൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാൻ അടുത്തൊരു പ്രോഗ്രാം വരുമ്പോൾ വരെ ഹിന്ദി തള്ളി ആ പ്രോഗ്രാമിൽ ഉച്ചയാകുമ്പോൾ ആണ് എത്തിയത്. അപ്പോൾ ഒന്നും കൂടി അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും കൂടി പിന്നെ ഒന്ന് ഓക്കെ എന്നുള്ളതിലെത്തി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഹോം ഷോപ്പ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ ഹോം ഷോപ്പിക്ക് ഇതേപോലെ തന്നെ ഭയങ്കര ഇന്നോഗ്രേഷനൊക്കെ ആയിട്ട് നടത്തി. കുറഞ്ഞ ആളുകളെ വന്നുള്ളൂ, നമ്മൾ വിചാരിച്ചത്ര ആളൊന്നും വന്നില്ല, കുറഞ്ഞ സെയിലേ നടന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ ഇങ്ങനെ തങ്ങിക്കിടക്കുക. അപ്പോൾ വീണ്ടും ഈ ഷോപ്പിംഗ് ഒക്കെ വന്ന് പിന്നെയും ഇത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ ടീമൊക്കെ ഡെവലപ്പായി. അങ്ങനെയാണ് പിന്നെ 2 ആൾ കൂടി പാർട്ട് ടൈം ആയിട്ട് തന്നെ ചെയ്ത് കൊറോണയ്ക്ക് ആകുമ്പോഴേക്കും ഡയറക്ടർ എന്നുള്ള റാങ്കൊക്കെ അച്ചീവ് ചെയ്തു. ആ സമയത്താണ് കൊറോണ വന്ന് ഫുള്ള് ബ്ലോക്കായി നിൽക്കുമ്പോൾ 2 ആളെ ജോലി പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ ഒരു അക്കൗണ്ടിൽ നോക്കുമ്പോൾ ഒരു 15,000 രൂപ വന്നതാണ്. ഇപ്പോൾ കൊറോണ സമയത്ത് ഒരു 15,000 രൂപ കിട്ടുക പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് അല്ലേ. അപ്പോൾ എന്തായി, കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവായി. ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം ആയിട്ടൊന്ന് ചെയ്തു നോക്കാറുണ്ട്. അങ്ങനെ കൊറോണയ്ക്ക് ശേഷം ഒന്ന് ഫുൾ ടൈം ആയിട്ട് ചെയ്തു. ഒരു 8 മാസം കൊണ്ട് തന്നെ ഒരു 50,000 രൂപ ഇൻകത്തിലെത്താൻ. അവിടുന്ന് 1 വർഷം 2 മാസം കൊണ്ടാണ് നമ്മളെ സ്വപ്ന വാഹനമായിട്ടുള്ള കിയ സെൽട്ടോസ് 1.5 വർഷം ആകുമ്പോഴത്തേക്കും മില്യണർ ക്ലബ്ബ് മെമ്പർ ആവാൻ സാധിച്ചു. ഇനി ഉള്ളത് എത്രയും പെട്ടെന്ന് ഒരു 5 ലക്ഷം രൂപ ഇൻകത്തിലെത്തുക. നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഞാനെന്താ പറയാ, ഓക്കെ പേര് പരിചയപ്പെടുത്തി വിവേക്. പിന്നെ എന്താ പറയുക, കൊണ്ടോട്ടിയിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. കാരണം എനിക്ക് തോന്നുന്നത് കോഴിക്കോടല്ല കേരളത്തിൽ ഇത്ര എനർജറ്റിക് ആയൊരു ടീം ഉണ്ടാവും. കഴിഞ്ഞ നളന്ദ പ്രോഗ്രാം ഞാൻ എത്രയോ മെഗാപരിവർത്തൻ നളന്ദയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ നളന്ദ പ്രോഗ്രാം ഞാൻ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ടോപ്പ് ലെവൽ ലീഡേഴ്സ് ഓൾറെഡി വിജയ് സാർ ജിനു സാറൊക്കെ ഉണ്ട്. പക്ഷെ ജിഷാ സാറിനെ പോലത്തെ ഒന്നും ലീഡേഴ്സ് ഇല്ലായിട്ട് പോലും ആ പ്രോഗ്രാം അത്ര ഗംഭീരമായിട്ട് അവിടെ പങ്കെടുത്ത ഒരു കുട്ടി ആ പ്രോഗ്രാം മോശം എന്ന് പറയില്ല. അതിൽ എന്താ പറയുക, അതിൽ ഒരു നല്ലൊരു ശതമാനം പങ്കും ഈ കൊണ്ടോട്ടി ടീമിന് തന്നെയാണ്.
അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, അവിടെ ഒരു സർജിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും അവിടെയുള്ള ക്യാപ്റ്റൻ ജലീൽ സാറിന് പ്രത്യേക ഒരു ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടോട്ടി ഒരു പ്രോഗ്രാമിൽ വരുന്നത്. അത്യാവശ്യം ചെറിയൊരു ടീം ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിചാരിച്ചിരുന്നു എന്താ പറയാ എങ്ങനെ പ്രോഗ്രാം ഉണ്ടാവോ എന്താണെന്ന് അറിയില്ല. എന്തായാലും വലിയൊരു സന്തോഷം. ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ജലീൽ സാറിന് പ്രത്യേകം നന്ദി പറയാണ്. അപ്പൊ ഒരു 3 വർഷം കഴിഞ്ഞ് മോദി കേരളയിലേക്ക് വന്നിട്ട് സൗമ്യ അത്യാവശ്യം കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പൊ നേരത്തെ ഇവിടെ സംസാരിച്ച ഒരാളില്ലേ, ലേഡി ടൈഗർ സുറ മാഡം, ഇവരൊക്കെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു. ചില കൂട്ടുകെട്ടുകൾ നമ്മളെ നശിപ്പിച്ചെന്നൊക്കെ പറയില്ലേ, പക്ഷെ ഇവിടെ ഉള്ളൊരു കൂട്ടുകെട്ട് നമ്മളെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ പോലൊന്നല്ലായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻസൈറ്റ് ചെയ്യുന്നത് മോദി കേരള വന്നതിന് ശേഷം. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ ഡിപ്ലോമയാണ്. ആദ്യം ITI കഴിഞ്ഞു. ITI മർക്കസിൽ കുന്നമംഗലം മർക്കസിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 3 വർഷം മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞു. അങ്ങനെ ഇവിടെ കോഴിക്കോട് നല്ലോണം ഡീസൽ പ്ലാന്റിൽ മെക്കാനിക്കൽ ടെക്നീഷ്യൻ ആയിട്ട് 8 വർഷം ഞാൻ അവിടെ എന്താ പറയുക മരിച്ച് പണിയെടുക്കാൻ തുടങ്ങി. 500 രൂപയായിരുന്നു ഒരു ദിവസത്തെ കൂലി. എൻ്റെ 2014 വരെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ലീവായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അധിക ദിവസം അസുഖമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ആ ലീവ് ആകുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പറയുകയാണ്, ലീവ് ആകുന്ന സമയത്ത് എന്താണ് നമ്മളെ സാലറി കട്ടാവും. ഇപ്പോൾ മക്കളെ കാര്യമാണെങ്കിൽ ഇനിയിപ്പോൾ വരെ പഠിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഇതിനൊക്കെ യൂണിവേഴ്സിറ്റി പോകേണ്ടി പല കാര്യങ്ങളും. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ഓരോ ദിവസം കട്ടാവുമ്പോൾ നമ്മളവിടെ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ സാലറി ഇങ്ങനെ കുറഞ്ഞ് വരും. വേറൊരു ഓപ്ഷനും ഇല്ല അത് കൂട്ടി കിട്ടാറില്ല. അപ്പോൾ ഒരു മാസം